ഹരേ ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ദേവേ പ്രേമാമൃതാനന്ദമയ്യേ നിത്യം നമോ നമഃ. ഹരി ഓം തത്സത്. മഹാദേവ, ശ്രീ കാമാഖിയാകുന്ന മഹാദേവിയുടെ കവചവും കനിഞ്ഞരുളി ചെയ്യുമാറാകണം. ശ്രീ മഹാദേവൻ: അല്ലയോ മുനിശ്രേഷ്ഠ, എത്രയും ഗുഹ്യമായ ദേവീ കവചവും കേട്ടുകൊള്ളുക. തീർച്ചയായും സകല ഭയങ്ങളെയും ഇതില്ലായ്മ ചെയ്യുന്നു. ഇതിനെ ഉള്ളിലോർക്കുന്നവർക്ക് സർവ്വമംഗളങ്ങളും ഭവിക്കുന്നു. ഇതിനെ സ്മരിക്കുന്ന മാത്രയിൽ ഭൂതവേതാള ബൃന്ദങ്ങൾ കൂടിയും ഓടിയകലുന്നു. ഈ കവചധ്യാന മാഹാത്മ്യത്താൽ രാക്ഷസന്മാർ, യോഗിനീഗണങ്ങൾ, ഡാഗിനികൾ മുതലായി വിഘ്നകാരികളായ മറ്റുള്ള സർവരും ഈ കവചം ജപിക്കുന്നവരെ അല്പം പോലും ബാധിക്കുന്നതല്ല. മന്ത്രസിദ്ധിക്കായുള്ള ജപാവസരങ്ങളിൽ ശുദ്ധോ ദാഹമോ നിദ്രയോ യാതൊന്നും ഉണ്ടാകുന്നതല്ല. യഥേഷ്ടം ജപാനുഷ്ഠാനം നടത്താവുന്നതാണ്. ഈ ദൃശ്യജപാനുഷ്ഠാനി ഭൈരവൻ എന്ന വണ്ണം മഹാതേജസ്വിയായും അശേഷ ഭയാസ്തമിതനായും ഭവിക്കുന്നു. അവർക്ക് ജപഹോമാദികളിൽ ശ്രദ്ധ വർദ്ധിക്കുകയും അവരുടെ എല്ലാ കർമ്മങ്ങളും ശുഭമായി പര്യവസാനിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദേവീ കവചം. കാമരൂപത്തിൽ വാണരുളുന്ന ശ്രീ താരാദേവി, കരുണാപൂർവം എൻ്റെ പൂർവ്വഭാഗം പരിരക്ഷിച്ചു കൊള്ളണമേ. അഗ്നികോണിൽ നിന്നും യാതൊരാപത്തുകൾക്കും എനിക്ക് നേരിടാതെ ഷോഡശി ദേവി കരുണയോടുകൂടി നിവാരണം ചെയ്തു കൊള്ളണമേ. ദക്ഷിണഭാഗത്തു നിന്നും എനിക്ക് യാതൊരു സങ്കടത്തിനും ഇടയാകാതെ ധൂമാവതി ദേവി കാത്തുരക്ഷിക്കുമാറാകണമേ. കന്നിമൂലയിൽ നിന്നും വന്നു ചേരാവുന്ന അപാര സങ്കടങ്ങളെ ഭൈരവീ ദേവി പരിഹരിച്ചു രക്ഷിക്കണമേ. പശ്ചിമഭാഗത്തു നിന്നും ആഗതമാകാവുന്ന സർവാപത്തുകളെയും ഭുവനേശ്വരി ദേവി തടുത്ത് അവനം ചെയ്യുമാറാകണമേ. വായുകോണിൽ നിന്നും യാതൊരാപത്തുകൾക്കും ഇടയാക്കാതെ എൻ്റെ രക്ഷാഭാരം ഞാൻ ചിന്നമസ്താദേവിയിൽ സമർപ്പിച്ചു കൊള്ളുന്നു. വടക്കുഭാഗത്തു നിന്നും എന്നിലേക്ക് കടക്കാവുന്ന സർവോപദ്രവങ്ങളെയും ബഗളാമുഖി ദേവി തടുത്തുകൊള്ളുമാറാകണം. ഈശകോണിൽ നിന്നും വന്നു ചേരാവുന്ന സർവനാശങ്ങളെയും ത്രിപുരസുന്ദരി ദേവി നശിപ്പിക്കുമാറാകണം. ഉപരിഭാഗത്തു നിന്നും എന്നിൽ ആപതിക്കാവുന്ന സർവ്വവിപത്തുകളെയും കരുണയേറിയ മാതംഗീ ദേവി നിവാരണം ചെയ്തു കൊള്ളുമാറാകണം. കാളികയായ സാക്ഷാൽ കാമാഖ്യാദേവി എന്നെ എല്ലാ കാലവും പരിപാലിക്കുമാറാകണം. സർവ്വവിദ്യാസ്വരൂപിണിയും ബ്രഹ്മസ്വരൂപിണിയുമായ കാമാഖ്യയല്ലാതെ എനിക്ക് ആശ്രയം മറ്റാരുമില്ല. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ. എൻ്റെ ശീർഷത്തെ ദുർഗാദേവി പാലിക്കുമാറാകണം. എൻ്റെ ബാലത്തെ ഭവഗേഹിനി രക്ഷിക്കുമാറാകണം. എൻ്റെ പുരികങ്ങളെ ത്രിപുരാദേവി പാലിച്ചു കൊള്ളണം. എൻ്റെ നാസികയെ ശർവാണീദേവി രക്ഷിക്കുമാറാകണം. എൻ്റെ നേത്രദ്വന്ദ്ങ്ങളെ ചണ്ഡികാദേവി പാലിക്കുമാറാകണം. സരസ്വതീ ദേവി എൻ്റെ കർണങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണം. സൗമ്യമുഖിയായ ദേവി എൻ്റെ മുഖത്തെ സർവ്വദാ രക്ഷിക്കുമാറാകണം. ശ്രീ പാർവതീദേവി എൻ്റെ കണ്ഠത്തെ പരിപാലിക്കുമാറാകണം. ലളിതജിഹ്വാദേവി എൻ്റെ ജിഹ്വയെ സദാകാലം പാലിക്കുമാറാകണം. വാഗ്ദേവി എൻ്റെ വാക്കുകളെ രക്ഷിച്ചു കൊള്ളുമാറാകണം. മഹേശ്വരീ ദേവി എൻ്റെ വക്ഷസ്സു രക്ഷിക്കുമാറാകണം. മഹാഭുജാദേവി എൻ്റെ ഭുജയുഗ്മങ്ങളെ പരിപാലിക്കുമാറാകണം. സുരേശ്വരീ ദേവി എൻ്റെ കരവിരലുകളെ പരിപാലിക്കുമാറാകണം. ഭീമാസിയായ ദേവി പൃഷ്ഠഭാഗത്തെ സംരക്ഷിക്കുമാറാകണം. ദിഗംബരീ ദേവി കടീതടത്തെ പരിരക്ഷിക്കുമാറാകണം. മഹോദരീ ദേവി എൻ്റെ ഉദരത്തെ പരിപാലിക്കുമാറാകണം. ഉഗ്രതാരയായ മഹാദേവി എൻ്റെ ജംഘകളെയും ഊരുക്കളെയും പരിപാലിക്കുമാറാകണം. സുരസുന്ദരീ ദേവി തൻ്റെ അരുമക്കുഞ്ഞായ എൻ്റെ ഗുദലിംഗങ്ങൾ, മേഡ്രം, നാഭി ഇവയെല്ലാം ദയയോടുകൂടി രക്ഷിച്ചു കൊള്ളുമാറാകണം. ഭവാനീ ദേവി ലോകം നിറഞ്ഞുള്ള തൻ്റെ എത്രയോ പുത്രരിൽ ഏറ്റവും സാധുവായുള്ളവൻ്റെ പാദാങ്കുലീജാലങ്ങളെ കരുണയോടുകൂടി സദാകാലവും കാത്തുരക്ഷിക്കുമാറാകണം. എൻ്റെ രക്തം, മാംസം, അസ്ഥി, മജ്ജാദികളെയെല്ലാം ശവാസനാദേവി വാത്സല്യത്തോടുകൂടി കാത്തുരക്ഷിക്കുമാറാകണം. ഹരേ കൃഷ്ണ. മഹദ്ഭയോച്ചാടനം ചെയ്യുന്ന മഹാദേവിയും ഭക്തവത്സലയും മഹാമായയും പൂർണ്ണയുമായ കാമാഖ്യാദേവി ദാരുണതമങ്ങളായ എൻ്റെ ഉൾഭയങ്ങളെല്ലാം അകറ്റി എന്നെ സദാകാലവും കാത്തുരക്ഷിച്ചു കൊള്ളുമാറാകണം. ശർവാണിയും ഭസ്മശൈല സംസ്ഥിതയും ദിവ്യസിംഹാസനസ്ഥയുമായ ശ്രീ കാളികാദേവി എനിക്കുണ്ടാകാവുന്ന സകല ഉൽപാദങ്ങളിലും ഉൾക്കരുണാപൂർവം എന്നെ പരിപാലിക്കുമാറാകണം. ഹരേ കൃഷ്ണ. കുറ്റമറ്റുള്ളതായി ഈ കവചം കൊണ്ട് എൻ്റെ ഏതെങ്കിലും ഭാഗം രക്ഷാഹീനമായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വക എന്നെ സംബന്ധിച്ച എല്ലാ ഭാഗങ്ങളെയും എല്ലാ കാലവും സർവ്വജനങ്ങളുടെ സകലവിധ രക്ഷകളെയും നിർവഹിച്ചു വാണരുളുന്ന സർവേശ്വരീ ദേവി കരുണയോടുകൂടി കാത്തുരക്ഷിച്ചു കൊള്ളുമാറാകണം. ഹരേ കൃഷ്ണ.
ഭുവനേശ്വരിയായ ശ്രീ കാമാഖ്യ കവചം സർവരക്ഷാകരവും അത്യന്ത ഗുഹ്യവുമാണ്. ആയതിപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, സാധകൻ തൻ്റെ ജീവശരീരങ്ങളെ ഈ കവചം കൊണ്ട് രക്ഷ ചെയ്യുന്നതായാൽ അവൻ്റെ ഉൾക്കുരുന്നിൽ യാതൊരു വക ഭയങ്ങളും അങ്കുരിക്കുന്നതല്ലാത്തതും അവൻ നിർഭയനായും മന്ത്രസിദ്ധനായും ഭവിക്കുന്നതുമാകുന്നു. ഈ കവചം ധ്യാനിച്ചു ജപിക്കുന്നവൻ്റെ ചേതസ്സിലുള്ള സകലാശകളും തടസ്സം കൂടാതെ സാധിക്കുന്നതുമാണ്. ഈ സത്കവചത്തെ കണ്ഠസ്ഥമാക്കുകയോ സർവ്വതാ കരത്തിൽ ധരിക്കുകയോ ചെയ്യണം. അവിധം ചെയ്യുന്നതായാൽ അവൻ്റെ കൽപ്പനയ്ക്ക് സകലരും കീഴ്വഴങ്ങുന്നു. അവൻ സകലകലാവല്ലഭനായും സംവർദ്ധകനായും നിത്യസൗഖ്യവാനായും ഭവിക്കുന്നു. പരിശുദ്ധ ഹൃദയനായി നിത്യവും ഈ കവചം ഭക്തിപൂർവ്വം ധ്യാനിക്കുന്ന മർത്യൻ വിദ്യയും വിത്തവും ബുദ്ധിയും കീർത്തിയും ഉള്ളവനായി സർവ്വസൗഖ്യ സംയുക്തനായി ഹരേ കൃഷ്ണ ചിരകാലം വർത്തിക്കുന്നതാണെന്നും മാത്രവുമല്ല ജീവൻ മുക്തനായി ഭവിക്കുമെന്നുള്ളതും സത്യമാകുന്നു. സംശയമില്ല. സത്യം സത്യം. ജയിക്ക കരുണാലയേ, ജയിക്ക ജഗദംബികേ. ഹരേ ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ഹരയേ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ.